നമസ്കാരം. നമ്മുടെ ജീവിതം നിയന്ത്രിക്കുന്നത് ആരാണ്? നമ്മൾ എടുക്കുന്ന തീരുമാനങ്ങളാണോ? അതോ നമ്മുടെ ഉള്ളിൽ ഒളിഞ്ഞിരിക്കുന്ന മറ്റേതെങ്കിലും ശക്തിയാണോ? ഒരേ സാഹചര്യത്തിൽ വളരുന്ന രണ്ട് വ്യക്തികളിൽ ഒരാൾ അതിസമ്പന്നനാകുന്നു, മറ്റേയാൾ ദാരിദ്ര്യത്തിൽ തുടരുന്നു. ഒരാൾക്ക് എപ്പോഴും രോഗങ്ങളാണ്, എന്നാൽ മറ്റൊരാൾക്ക് മികച്ച ആരോഗ്യമുണ്ട്. എന്തുകൊണ്ടാണ് ഇങ്ങനെ സംഭവിക്കുന്നത്? ഈ ചോദ്യങ്ങൾക്കെല്ലാം ഡോക്ടർ മർഫി നൽകുന്ന ഉത്തരം ഒന്നാണ്. അതാണ് നമ്മുടെ ഉപബോധ മനസ്സ്. ലോകമെമ്പാടുമുള്ള ദശലക്ഷക്കണക്കിന് ആളുകളുടെ ജീവിതം മാറ്റിമറിച്ച ദി പവർ ഓഫ് യുവർ സബ് കോൺഷ്യസ് മൈൻഡ് എന്ന പുസ്തകത്തിലെ വിസ്മയിപ്പിക്കുന്ന അറിവുകളാണ് ഇന്ന് നമ്മൾ ചർച്ച ചെയ്യുന്നത്. നിങ്ങളുടെ ചിന്തകളെയും അതുവഴി നിങ്ങളുടെ ജീവിതത്തെയും എങ്ങനെ മാറ്റിയെടുക്കാമെന്ന് നമുക്ക് നോക്കാം. ആദ്യമായി ബോധ മനസ്സും ഉപബോധ മനസ്സും, രണ്ട് മനസ്സിൻ്റെ രഹസ്യങ്ങൾ. മർഫി മനസ്സിനെ ഒരു വലിയ തോട്ടത്തോടാണ് ഉപമിക്കുന്നത്. നിങ്ങളുടെ ബോധ മനസ്സാണ് തോട്ടക്കാരൻ. ഈ തോട്ടക്കാരൻ പകൽ മുഴുവൻ ഓരോ വിത്തുകൾ മണ്ണിൽ പാകുന്നു. നിങ്ങൾ ചിന്തിക്കുന്ന ഓരോ കാര്യവും ഓരോ വിത്താണ്. നിങ്ങളുടെ ഉപബോധ മനസ്സ് ആ തോട്ടത്തിലെ ഫലഭൂയിഷ്ഠമായ മണ്ണാണ്. ഈ മണ്ണിനൊരു പ്രത്യേകതയുണ്ട്. അതൊരിക്കലും വിത്തുകളെ വേർതിരിച്ച് കാണില്ല. നിങ്ങൾ അവിടെ വിഷച്ചെടിയുടെ വിത്ത് പാകിയാൽ അത് വിഷച്ചെടി തന്നെ വളർത്തും. നമ്മൾ അറിയാതെ നടത്തുന്ന സംഭാഷണങ്ങൾ ശ്രദ്ധിക്കുക. എനിക്കെപ്പോഴും ദൗർഭാഗ്യമാണ്, എൻ്റെ കയ്യിൽ പണം നിൽക്കില്ല, എനിക്ക് പരീക്ഷാ പേടിയാണ്. ഇങ്ങനെയുള്ള ഓരോ വാചകവും നിങ്ങളുടെ ഉപബോധ മനസ്സ് എന്ന മണ്ണിലേക്ക് വീഴുന്ന വിത്തുകളാണ്. ഉപബോധ മനസ്സ് യുക്തി പ്രയോഗിക്കില്ല. അത് ആ നെഗറ്റീവ് വിത്തുകളെ സ്വീകരിക്കുകയും നിങ്ങളുടെ ജീവിതത്തിൽ അതേ സാഹചര്യങ്ങൾ ഉണ്ടാവുകയും ചെയ്യും. അതുകൊണ്ട് നിങ്ങളുടെ ബോധ മനസ്സ് എന്ന തോട്ടക്കാരൻ എപ്പോഴും ഉണർന്നിരിക്കണം. പോസിറ്റീവായ ചിന്തകൾ മാത്രം ഉള്ളിലേക്ക് വിടാൻ ശ്രദ്ധിക്കണം. ഒന്നാമതായി നമുക്ക് നോക്കാം പരാജയത്തിൻ്റെ കാരണങ്ങൾ. നമ്മുടെ വിശ്വാസത്തിലെ പാളിച്ചകൾ. പലരും പരാതി പറയാറുണ്ട്, ഞാൻ വിജയിക്കുമെന്ന് വിശ്വസിക്കുന്നുണ്ടല്ലോ, എന്നിട്ടും പരാജയപ്പെടുന്നത് എന്തുകൊണ്ടാണ്? ഇതിനെ മർഫി വിളിക്കുന്നത് കോൺഫ്ലിക്റ്റ് അല്ലെങ്കിൽ ആന്തരിക സംഘർഷം എന്നാണ്. നിങ്ങൾ ബോധമനസ്സിൽ ഞാൻ പണക്കാരനാണ് എന്ന് ആവർത്തിച്ചു പറയുന്നുണ്ടാകാം. എന്നാൽ ഉള്ളിൻ്റെ ഉള്ളിൽ ബാങ്കിൽ പണമില്ലല്ലോ, നാളെ എങ്ങനെ ജീവിക്കും എന്ന ഭയമാണെങ്കിൽ നിങ്ങളുടെ ഉപബോധ മനസ്സ് ആ ഭയത്തെയാണ് സ്വീകരിക്കുന്നത്. വിശ്വാസവും സംശയവും ഒരേ സമയം ഒരിടത്ത് നിൽക്കില്ല. ബോധമനസ്സിനെ നിർബന്ധിച്ച് ഒന്നും ചെയ്യാൻ കഴിയില്ല. നിങ്ങൾ എത്രത്തോളം സമ്മർദ്ദം ചെലുത്തുന്നുവോ അത്രത്തോളം ബലം അകന്നു പോകുന്നു. ഒരു വിത്ത് പാകിയാൽ അത് മുളച്ചു വരുന്നതുവരെ കാത്തിരിക്കാനുള്ള ക്ഷമ വേണം. വിശ്വാസം എന്നത് ഒരു വിത്ത് പോലെയാണ്. അതിനെ സംശയം എന്ന കീടം നശിപ്പിക്കാതെ നോക്കണം. ശാന്തമായ മനസ്സോടെ ആഗ്രഹങ്ങൾ ഉറപ്പിക്കുക. രണ്ടാമതായി ഉപബോധ മനസ്സിൻ്റെ അത്ഭുത കഥകൾ, ആരോഗ്യവും ഐശ്വര്യവും. നമുക്ക് നോക്കാം. ഡോക്ടർ ജോസഫ് മർഫിയുടെ പുസ്തകത്തിലെ ഏറ്റവും മനോഹരമായ ഭാഗം അതിലെ യഥാർത്ഥ ജീവിത കഥകളാണ്. അതിലൊന്ന് തൻ്റെ കയ്യിലുണ്ടായിരുന്ന മാരകമായ സ്കിൻ ക്യാൻസർ ഭേദമാക്കിയ ഒരാളുടെ കഥയാണ്. അദ്ദേഹം മരുന്നുകൾക്കൊപ്പം തൻ്റെ ഉപബോധ മനസ്സിനെ സുഖപ്പെടുത്താൻ ഉപയോഗിച്ചു. എൻ്റെ ശരീരം നിർമ്മിച്ച ആ മഹാശക്തിക്ക് എന്നെ സുഖപ്പെടുത്താനും അറിയാമെന്ന് അദ്ദേഹം വിശ്വസിച്ചു. ഏതാനും മാസങ്ങൾക്കുള്ളിൽ അദ്ദേഹത്തിൻ്റെ കോശങ്ങൾ അത്ഭുതകരമായി പുനർനിർമ്മിക്കപ്പെട്ടു. സമ്പത്തിൻ്റെ കാര്യവും വ്യത്യസ്തമല്ല. പണത്തെ ഒരു ശത്രുവായി കാണുന്നവർക്ക് ഒരിക്കലും സമ്പന്നനാകാൻ കഴിയില്ല. പണം തിന്മയാണ് എന്ന് വിശ്വസിക്കുന്നവർ പണത്തെ അകറ്റി നിർത്തുകയാണ് ചെയ്യുന്നത്. പണത്തെ സ്നേഹിക്കാനും ബഹുമാനിക്കാനും പഠിക്കുക. സമ്പത്ത് പ്രപഞ്ചത്തിൽ ആവശ്യത്തിലധികമുണ്ടെന്നും അത് എന്നിലേക്ക് ഒഴുകുന്നു എന്നും ഉറച്ചു വിശ്വസിക്കുക. നിങ്ങളുടെ മനോഭാവം മാറുമ്പോൾ നിങ്ങളുടെ ബാങ്ക് ബാലൻസും മാറാൻ തുടങ്ങും. മൂന്നാമതായി ജീവിതം മാറ്റാൻ ചെയ്യേണ്ട 4 പരിശീലനങ്ങൾ. നമ്മൾ കേട്ട ഈ കാര്യങ്ങൾ എങ്ങനെ സ്വന്തം ജീവിതത്തിൽ പ്രായോഗികമാക്കാം? നമുക്ക് 4 വഴികൾ നോക്കാം. ഒന്നാമത്തേത് മെൻ്റൽ മൂവി മെത്തേഡ്. ദിവസവും 4 മിനിറ്റ് ശാന്തമായി ഇരിക്കുക. നിങ്ങളുടെ ലക്ഷ്യം സാധിച്ചു കഴിഞ്ഞതായി ഒരു സിനിമ പോലെ കാണുക. ആ സിനിമയിൽ നിങ്ങൾ ആരെ കാണുന്നു? നിങ്ങൾ എന്തനുഭവിക്കുന്നു? ആ വികാരം ഹൃദയത്തിൽ തൊട്ടറിയുക. രണ്ടാമതായി സ്ലീപ്പ് ടെക്നിക്ക്. നിങ്ങൾ ഉറക്കത്തിലേക്ക് നീങ്ങുന്ന ആ അവസ്ഥയിൽ നിങ്ങളുടെ ഉപബോധ മനസ്സ് പൂർണ്ണമായും തുറന്നിരിക്കും. ആ സമയത്ത് നിങ്ങളുടെ ആഗ്രഹത്തെ ഒരു ചെറിയ വാചകമായി ആവർത്തിക്കുക. ഉദാഹരണത്തിന് സമ്പത്ത് അല്ലെങ്കിൽ വിജയം. ഒരു താരാട്ടുപാട്ട് പോലെ ആ ചിന്തയോടെ ഉറങ്ങുക. മൂന്നാമതായി അഫർമേഷൻസ്.
പകൽ സമയങ്ങളിൽ പോസിറ്റീവായ വാചകങ്ങൾ ആവർത്തിച്ചു പറയുക. ഞാൻ ആത്മവിശ്വാസമുള്ളവനാണ്, ഞാൻ ആരോഗ്യവാനാണ് എന്നൊക്കെ പറയുന്നത് മനസ്സിനെ റീപ്രോഗ്രാം ചെയ്യാൻ സഹായിക്കും. നാലാമതായി ഗ്രാറ്റിറ്റ്യൂഡ്. പ്രപഞ്ചത്തോട് എപ്പോഴും നന്ദിയുള്ളവരായിരിക്കുക. ലഭിച്ച നന്മകൾക്കും ലഭിക്കാൻ പോകുന്ന വലിയ വിജയങ്ങൾക്കും മുൻകൂട്ടി നന്ദി പറയുക. നന്ദിയുള്ള മനസ്സിലാണ് അത്ഭുതങ്ങൾ സംഭവിക്കുക. നമ്മളിപ്പോൾ പറഞ്ഞ ഈ 4 രീതികൾക്ക് പുറമെ ജോസഫ് മർഫി ഊന്നി പറയുന്ന മറ്റൊരു കാര്യമുണ്ട്. അതാണ് വിശ്വാസത്തിൻ്റെ ആവർത്തനം, റിപ്പീറ്റേഷൻ. പലരും ഒരു ദിവസം ഇത് പരീക്ഷിക്കും, എന്നിട്ട് ഫലം കാണാത്തപ്പോൾ നിർത്തും. എന്നാൽ ഓർക്കുക, വർഷങ്ങളായി നിങ്ങളുടെ മനസ്സിൽ അടിഞ്ഞുകൂടിയ നെഗറ്റീവ് ചിന്തകളെ മാറ്റാൻ കുറച്ച് സമയം ആവശ്യമാണ്. ഒരു ജിമ്മിൽ പോയി വ്യായാമം ചെയ്യുന്നത് പോലെയാണ് മനസ്സിനെ പരിശീലിപ്പിക്കുന്നത് എന്ന് ഓർക്കുക. ദിവസവും രാവിലെ എഴുന്നേറ്റ ഉടനെ 5 മിനിറ്റും രാത്രി ഉറങ്ങാൻ പോകുന്നതിന് മുമ്പ് 5 മിനിറ്റും നിങ്ങൾക്കായി മാറ്റിവെക്കുക. ആ സമയത്ത് നിങ്ങളുടെ മനസ്സിനോട് സംസാരിക്കുക. അത് വെറുമൊരു വാക്കല്ല, മറിച്ച് നിങ്ങളുടെ ഉപബോധ മനസ്സിലേക്ക് നിങ്ങൾ നൽകുന്ന കമാൻഡ് അല്ലെങ്കിൽ ഉത്തരവാണ്. നിങ്ങൾ ഒരു രാജാവിനെ പോലെ നിങ്ങളുടെ മനസ്സിനോട് ആജ്ഞാപിക്കുക. എൻ്റെ ജീവിതം അതിമനോഹരമാണ്, ഞാൻ എല്ലാ ദിവസവും പുരോഗതിയിലേക്ക് നീങ്ങിക്കൊണ്ടിരിക്കുന്നു. ഈ ആവർത്തനം നിങ്ങളുടെ മനസ്സിൻ്റെ ആഴങ്ങളിൽ പുതിയ പാതകൾ സൃഷ്ടിക്കും. നാലാമതായി നമുക്ക് നോക്കാം, ഭയത്തെ അതിജീവിക്കുക, ഉപബോധ മനസ്സിൻ്റെ വിജയം. നമ്മുടെ വിജയത്തിൻ്റെ ഏറ്റവും വലിയ ശത്രു ഭയമാണ്. ജോസഫ് മർഫി പറയുന്നത്, ഭയം എന്നത് ഫാൾസ് എവിഡൻസ് അപ്പിയറിംഗ് റിയൽ എന്നാണ്. അതായത് സത്യമല്ലാത്ത കാര്യങ്ങളെ സത്യമായി നമ്മൾ കാണുന്നു. നിങ്ങൾക്ക് എന്തിനെയാണോ ഭയം? അതൊരു സ്റ്റേജിൽ കയറി സംസാരിക്കാനാണോ, പരാജയപ്പെടാനാണോ, അതോ അസുഖങ്ങളെക്കുറിച്ചാണോ? ആ ഭയത്തെ നേരിടാൻ ഉപബോധ മനസ്സിനെ ഉപയോഗിക്കാം. ഞാൻ ധീരനാണ്, ഞാൻ സുരക്ഷിതനാണ് എന്ന ചിന്ത ഭയത്തിനു മുകളിൽ പ്രതിഷ്ഠിക്കുക. നിങ്ങൾ എന്തിനെയാണോ പേടിക്കുന്നത് അത് ചെയ്യാൻ ശ്രമിക്കുക. അപ്പോൾ ഭയം അപ്രത്യക്ഷമാകും എന്ന് മർഫി നമ്മളെ ഓർമ്മിപ്പിക്കുന്നു. നിങ്ങളുടെ മനസ്സ് ശാന്തമാകുമ്പോൾ ഭയം അവിടെ നിൽക്കില്ല. സുഹൃത്തുക്കളെ, നമ്മൾ ഇതുവരെ ചർച്ച ചെയ്ത കാര്യങ്ങൾ ഒന്ന് ചുരുക്കി പറയാം. നിങ്ങളുടെ മനസ്സൊരു മാന്ത്രിക വിളക്കാണ്. നിങ്ങളുടെ ബോധ മനസ്സാണ് ആ വിളക്ക് എങ്ങനെ തെളിയിക്കണം എന്ന് തീരുമാനിക്കുന്നത്. നിങ്ങൾ എന്ത് ചിന്തിക്കുന്നുവോ അത് നിങ്ങളുടെ ജീവിതമാകും. നിങ്ങളുടെ ഇന്നത്തെ അവസ്ഥ നിങ്ങളുടെ ഇന്നലത്തെ ചിന്തകളുടെ ഫലമാണ്. എന്നാൽ നിങ്ങളുടെ നാളത്തെ ജീവിതം മാറ്റാൻ ഇന്ന് നിങ്ങൾക്ക് സാധിക്കും. ഈ വീഡിയോ കണ്ടു കഴിഞ്ഞാൽ ഉടൻ തന്നെ നിങ്ങളൊരു തീരുമാനമെടുക്കുക. പരാതി പറയുന്നതും മറ്റുള്ളവരെ കുറ്റപ്പെടുത്തുന്നതും ഇന്നു മുതൽ അവസാനിപ്പിക്കുക. പകരം നിങ്ങളുടെ ഉള്ളിലെ അനന്തമായ ശക്തിയിൽ വിശ്വസിക്കുക. ജോസഫ് മർഫി പറഞ്ഞതുപോലെ നിങ്ങളുടെ മനസ്സ് മാറിയാൽ നിങ്ങളുടെ ലോകം മാറും. വിശ്വാസത്തോടെ മുന്നോട്ട് പോകുക. ആഗ്രഹിച്ച ജീവിതവും സന്തോഷവും നിങ്ങളെ തേടിയെത്തും. ഈ വീഡിയോ നിങ്ങൾക്കൊരു പുതിയ തുടക്കം നൽകുമെന്ന് ഞാൻ വിശ്വസിക്കുന്നു. ഉപബോധ മനസ്സിനെക്കുറിച്ചുള്ള നിങ്ങളുടെ സംശയങ്ങളും അനുഭവങ്ങളും താഴെ കമൻറ്റ് ചെയ്യാൻ മറക്കരുത്. ഇതുപോലെ കൂടുതൽ അറിവുകൾക്കായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. നന്ദി. അടുത്ത ഒരു വീഡിയോയിൽ വീണ്ടും കാണാം. അതുവരെ ശുഭചിന്തകളോടെ ഇരിക്കുക.